ബംഗാളിൽ നാടകീയ നീക്കങ്ങൾ. തൃണമൂൽ കോൺഗ്രസ് നേതാവും എംപിയുമായ അഭിഷേക് ബാനർജിയുടെ വീട്ടിലെത്തി ബംഗാൾ പോലീസ്. അഭിഷേകിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിൽ ക്രമക്കേടുണ്ടെന്ന് കൊൽക്കത്ത കോർപ്പറേഷൻ കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അഭിഷേകിന്റെ വസതിയിൽ പോലീസ് എത്തിയത്. അതിൽ പാലോട് ചേരുന്നു. അതിൽ ഭരണം മാറിയതിന് പിന്നാലെ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പോലീസ് നീക്കം എന്താണ്? അഭിഷേക് ബാനർജിയുടെ കൊൽക്കത്തയിലെ വസതിയിലാണ് നാടകീയമായ നീക്കങ്ങൾ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അഭിഷേക് ബാനർജിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിൽ ക്രമക്കേട് ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടുള്ള നോട്ടീസ് കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ നൽകിയിരുന്നതാണ്. ഇതിന് പുറമെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന പേരിൽ സൈബർ പോലീസും കേസെടുത്തിരുന്നു. ഏതായാലും ഈ രണ്ട് കേസുകൾ നിലവിലുണ്ട്. ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തിയത് എന്ന് വ്യക്തമല്ല. സിവിൽ ഡ്രസ്സിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെത്തുകയും കൊൽക്കത്തയിലെ വസതിയിലേക്ക് അകത്തേക്ക് കയറിപ്പോവുകയും ചെയ്തത്. പിന്നീട് മിനിറ്റുകൾക്കുള്ളിൽ പുറത്തേക്ക് വരുമ്പോൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വലിയ പോലീസ് സുരക്ഷയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നിട്ടുള്ളത്. ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ച് അഭിഷേക് ബാനർജിയുടെ ഈ ക്രമക്കേട് നടന്ന കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ കെട്ടിടങ്ങളിലെ പൊളിച്ചുമാറ്റൽ അടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നേരത്തെ കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ നൽകിയിരുന്നതാണ്. നമുക്കറിയുന്നത് പോലെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാവാണ്. തൃണമൂൽ കോൺഗ്രസിലെ 2ാം സ്ഥാനത്തുള്ള നേതാവാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് മമതാ ബാനർജിയുടെ അനന്തരവൻ കൂടിയായ അഭിഷേക് ബാനർജിക്കെതിരെയുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസ് നടപടിയാണ് കൊൽക്കത്തയിൽ പുരോഗമിക്കുന്നത്. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആദിൽ പാൽ.